നമസ്കാരം, ഈസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് സെക്കൻഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക്. ഇന്നലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫസ്റ്റ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് പറഞ്ഞു. ഇന്ന് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് സെക്കൻഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് ആണ്. സെക്കൻഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് മനസ്സിലാക്കാനായിട്ട് വളരെ എളുപ്പമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഹാർട്ട് ബ്ലോക്ക് പറയുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ഹാർട്ട് ബ്ലോക്ക് എന്താണെന്ന് നമ്മൾ ഇന്നലെ ഫസ്റ്റ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്കിൽ എക്സ്പ്ലെയിൻ ചെയ്തു. ഒന്നും കൂടി പറയാണ്. ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയിൽ ഉണ്ടാകുന്ന ഡിലേ കൊണ്ട് SI നോഡ് AV നോഡ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയിൽ ഉണ്ടാകുന്ന ഡിലേ കൊണ്ട് ഹാർട്ടിന്റെ കോൺട്രാക്ഷനും ഡയലേഷനും എഫക്ട് ചെയ്യുന്നു. കാർഡിയാക് ഔട്ട്പുട്ടും ബ്ലഡ് പ്രഷറും എഫക്ട് ചെയ്യുന്നു. ഇതാണ് ജനറലി സ്പീക്കിംഗ് ഹാർട്ട് ബ്ലോക്ക്. ഇനി ഈ ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയും കോൺട്രാക്ഷനും ഡയലേഷനും ഏട്രിയൽ കോൺട്രാക്ഷനും വെൻട്രിക്കുലർ കോൺട്രാക്ഷനും ഡയലേഷനും എല്ലാം നമുക്ക് ശരിയായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? ECG വഴി, അല്ലെ? PCG വഴി. അപ്പം ഹാർട്ട് ബ്ലോക്കിൽ നമുക്ക് എങ്ങനെയാണ് നമ്മൾ എവിടെയാണ് നമുക്ക് എവിഡന്റ് ആയിട്ട് ഹാർട്ട് ബ്ലോക്ക് കാണാൻ പറ്റുന്നത്? എവിടെയാണ്? ECG. അപ്പൊ ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലോർക്കേണ്ട കാര്യം എന്താണ്? ECG. ECGയിലുള്ള വേവ്സ് ഒന്ന് മനസ്സിൽ ഓർത്ത് വെക്കുക. P വേവ് ആദ്യം വരുന്നു, അതിനെ ഫോളോ ചെയ്ത് QRS കോംപ്ലക്സ് വരുന്നു, അതിനുശേഷം ഒരു T വേവ് വരുന്നു, അല്ലെ? അത് ഓർത്ത് വെക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സെക്കൻഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക്. സെക്കൻഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്കിലെ ടൈപ്പ് 1 ഹാർട്ട് ബ്ലോക്ക്. സെക്കൻഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്കിനെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു പ്രണയ കഥയായിട്ടാണ്. ECGയുടെ പ്രണയകഥ. ടൈപ്പ് 1 നമ്മുടെ പ്രണയകഥയുടെ പാർട്ട് 1. മൊബിറ്റ്സ് 1 എന്നാണ് ഇതിനെ അഥവാ പറയുന്നത്. വേറൊരു പേരും കൂടെ ഉണ്ട്, വിങ്കി ബാക്ക്. എങ്ങനെയാണ് വിങ്കി ബാക്ക് എന്ന് ഓർത്തു വെക്കാനായിട്ട് എളുപ്പമാണ്. നമ്മുടെ പ്രണയകഥയിൽ താരങ്ങൾ ആരാന്നറിയാമോ? P വേവും QRS കോംപ്ലക്സിലുള്ള R വേവുമാണ് ടൈപ്പ് 1ലുള്ള താരങ്ങൾ. ഓക്കെ, അപ്പം ഈ P വേവ് R വേവിനെ നോക്കി വിങ്ക് ചെയ്ത് കാണിച്ചപ്പോഴത്തേക്കും അതിന് വിങ്കി ബാക്ക് എന്ന പേര് വന്നു. ഒന്ന് ഓർത്ത് ഇരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വിങ്കി ബാക്ക് എന്ന പേര് നിങ്ങൾക്ക് മനസ്സിൽ പോവാതെ മായാതെ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം P വേവ് R വേവിനെ നോക്കി വിങ്ക് ചെയ്ത് കാണിച്ചു. ഓക്കെ, സോ ഇനി എന്താണ് ടൈപ്പ് 1? മൊബിറ്റ്സ് 1 അല്ലെങ്കിൽ ടൈപ്പ് 1 എന്താണ് സെക്കൻഡ് ഡിഗ്രിയിൽ ഉണ്ടാവുന്നത്? എന്താണ് അവരുടെ സ്റ്റോറി? സ്റ്റോറി ഇത്രയേ ഉള്ളൂ. P വേവ് R വേവ് പ്രണയത്തിലാണ്, നല്ല സ്നേഹത്തിലാണ്. അവരെപ്പോഴും ചേർന്നിരിക്കുമ്പോഴാണ് ഒരു നോർമൽ സൈനസ് ഹൃദയമായിട്ട് പോകുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അവരെപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. പ്രണയം എങ്ങനെ സ്മൂത്തായി പോകുന്നു, ലൈഫ് സ്മൂത്തായി പോകുന്നു, ഹാർട്ട് സ്മൂത്തായി പോകുന്നു. ഓക്കെ, ടൈപ്പ് 1 വരുമ്പം എന്താണ് സംഭവിക്കുക? അവിടെ പ്രശ്നങ്ങൾ വരുന്നു. എന്താണ് പ്രശ്നം? P വേവും R വേവും ആദ്യത്തെ ദിവസം അവർ നന്നായി പ്രണയിക്കുന്നു, കുഴപ്പമില്ല. ആദ്യത്തെ ദിവസം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആദ്യത്തെ സൈക്കിളിനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ രണ്ടാമത്തെ ദിവസം അല്ലെങ്കിൽ രണ്ടാമത്തെ സൈക്കിളിൽ P വേവ് R വേവും തമ്മിൽ ചെറിയൊരു അകൽച്ച. അവര് കഴിഞ്ഞ സൈക്കിളിനെ പോലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ പോലെ അവർ സംസാരിക്കുന്നില്ല. അവർക്ക് ചെറിയൊരു അകൽച്ച വന്നു. മൂന്നാമത്തെ ദിവസം അവർക്ക് കുറച്ചും കൂടി അകൽച്ച വന്നു. P വേവും QRS കോംപ്ലക്സിലുള്ള R വേവും തമ്മിൽ കുറച്ചും കൂടി അകൽച്ച വന്നു. നാലാമത്തെ ദിവസം P വേവിനെ P ചേച്ചിക്ക് R ചേട്ടനെ നോക്കിയിട്ട് കാണാനില്ല. എന്ന് വെച്ചാൽ ഈ QRS കോംപ്ലക്സ് കാണാനില്ല, ഡിസപ്പിയർ ആയിപ്പോയി. മനസ്സിലായോ? എന്ന് പറഞ്ഞാല് ECGയിലുള്ള QRS കോംപ്ലക്സ് ഒരു 3 സൈക്കിൾ അല്ലെങ്കിൽ 4ാമത്തെ സൈക്കിൾ നോക്കുമ്പോഴത്തേക്കും അവിടെ ഈ QRS കോംപ്ലക്സ് ഇല്ല, മിസ്സായി പോയിരിക്കുകയാണ്. ഇതാണ് എന്ത്? മൊബിറ്റ്സ് 1 അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്കിലുള്ള വിങ്കി ബാക്ക്. പിടിക്കിട്ടോ? സാധാരണ രീതിയിൽ പേഷ്യൻ്റ് അസിംപ്റ്റമാറ്റിക് ആണെങ്കിൽ വേറെ മാനേജ്മെന്റിൻ്റെ ഒന്നും ആവശ്യമില്ല. മെഡിക്കേഷൻ റീഅസസ് ചെയ്യുക, ഹാർട്ട് റേറ്റ് കുറയ്ക്കുന്ന എന്തെങ്കിലും മെഡിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതല്ലെങ്കിൽ ഇൻ കേസ് പേഷ്യൻ്റ് സിംറ്റമാറ്റിക് ആണെങ്കിൽ ബ്രാഡിക്കാർഡിയൊക്കെ ഉണ്ടെങ്കിൽ പേഷ്യൻ്റ് ടോപ്പിംഗ് കൊടുക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പേഷ്യൻറ്റിന് സ്റ്റേബിൾ ആകുന്നു. ഇതാണ് സാധാരണ രീതിയിലെ പരിപാടി. ഇനി നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് ടൈപ്പ് 2 അല്ലെങ്കിൽ മൊബിറ്റ്സ് 2. എന്താണ് അവരുടെ കഥ? P വേവ് R വേവ് സാധാരണ രീതിയിൽ പ്രണയിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അവരടുത്തിരിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അല്ലേ? ഇതിനകത്ത് അവരടുത്തിരിക്കുകയാണ്, നല്ല കഥയൊക്കെ പറഞ്ഞ് നന്നായി സ്നേഹിച്ച് ഓരോ സൈക്കിളിലും അവരിങ്ങനെ ഇരിക്കുന്നുണ്ട്. പെട്ടെന്നൊരു ദിവസം നോക്കുമ്പോഴത്തേക്ക് P വേവിനെ ഈ QRS കോംപ്ലക്സിനെ ഉണ്ടല്ലോ കാണാനേ ഇല്ല. ഇവരെവിടെ പോയി അറിയില്ല. ഇവർ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഒരു പ്രശ്നമില്ല, ഒരു അകൽച്ചയില്ല, ഒന്നുമില്ല. അവർ സാധാരണ പോലെ എല്ലാ ദിവസത്തെയും പോലെ എല്ലാ നേരം ഇങ്ങനെ സ്നേഹിച്ച് പോയിക്കൊണ്ടിരിക്കും. പെട്ടെന്നൊരു ദിവസം QRS കോംപ്ലക്സിനെ കാണാനില്ല. QRS കോംപ്ലക്സ് മിസ്സായി പോവാണ് വിത്ത്
എന്താ പറയാ, ഒരു മുൻപ് നമുക്കൊരു സിഗ്നൽ തരാതെ ഇക്യൂറസ് കോംപ്ലക്സ് സ്കിപ്പായി പോകണം, മിസ്സായി പോകണം. ഇതാണ് ആര്? മൊബിറ്റ്സ് 2. ഇവനും പേഷ്യൻ്റ് അസിംപ്റ്റമാറ്റിക് ആണെങ്കിൽ മാനേജ്മെന്റിന് ആവശ്യമില്ല. ഈ പ്രായക്കാടി ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഒട്രോപ്പിൻ കൊടുക്കുന്നു. സിവിയറായിട്ട് പേഷ്യന്റിന് പ്രശ്നമാണെങ്കിൽ മെഡിക്കേഷൻ അസസ് ചെയ്യുന്നു. സിവിയറായിട്ട് പേഷ്യന്റിന് പ്രശ്നമാണെങ്കിൽ എന്ത് ചെയ്യുന്നു? എന്താണ് നമുക്ക് ഈ കണ്ടക്ഷൻ സിസ്റ്റം പരിഹരിക്കാനായിട്ട് സിവിയർ പ്രാഡിക്കാർഡിയ, സിവിയർ ഹൈപ്പോടെൻഷൻ, ഹാർട്ട് റേറ്റ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മെഡിക്കേഷൻ ഒന്നും കൊടുത്തിട്ട് ശരിയാവണില്ലെങ്കിൽ നമ്മൾ എന്താണ് സാധാരണ ചെയ്യുന്നത്? പേസ് മേക്കർ. പേഷ്യന്റിന് പേസ് മേക്കർ കൊടുത്ത് ആളെ സെറ്റാക്കുന്നു. അപ്പം ഇതാണ് സെക്കൻഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക്. എല്ലാവർക്കും ചെറിയൊരു ഐഡിയ നമ്മുടെ സ്റ്റോറിയിലൂടെ, ലവ് സ്റ്റോറിയിലൂടെ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ഹാപ്പി ലേണിംഗ്. ബൈ.